കഴിഞ്ഞ ആഴ്ച ജാസ്ലിൻ വിൽ ബി ഷെയറിങ് ദ വേർഡ് ഓഫ് ഗോഡ്. പക്ഷെ കഴിഞ്ഞ ആഴ്ച നമ്മൾ പറഞ്ഞ ഒരു കാര്യം ഒരു നിമിഷം ഒന്ന് ചിന്തിക്കേണ്ട ആവശ്യമുണ്ട്. വാട്ട് ഡിഡ് വി ലേൺ ലാസ്റ്റ് വീക്ക്? നമ്മൾ കഴിഞ്ഞ ആഴ്ച ദൈവസഭ ഒരു കുടുംബമാണ്. ഈ ദിവസങ്ങളിലൊക്കെ നമ്മൾ പറയുകയും കേൾക്കുകയും നമ്മൾ അനുഭവിക്കുകയൊക്കെ ചെയ്യുന്നത് ദൈവസഭ ഒരു കുടുംബമാണെങ്കിൽ ആ കുടുംബം എങ്ങനെ ആയിരിക്കണം? അവിടെ നമ്മൾ പറഞ്ഞൊരു കാര്യമുണ്ട്, ദർ ഷുഡ് ബി അൺസെൽഫിഷ് ലവിങ്. സ്വാർത്ഥതയില്ലാതെ സ്നേഹിക്കുന്നവരായിരിക്കണം ദൈവസഭയിലെ അംഗങ്ങൾ. രണ്ടാമത് ഓണസ്റ്റ് ഷെയറിങ്, ആത്മാർത്ഥതയോടുകൂടി നമ്മൾ പങ്കുവയ്ക്കുന്നതായിരിക്കണം. പ്രാക്ടിക്കൽ സെർവിങ്, അതായത് വളരെ പ്രായോഗികമായിട്ട് നമ്മൾ സേവിക്കുന്നവരും പങ്കുവയ്ക്കുന്നവരുമായിരിക്കണം. സാക്രിഫിഷ്യൽ ഗിവിങ്, അതായത് ത്യാഗപരമായിട്ടായിരിക്കണം നമ്മൾ കൂടുക. അതിൻ്റെ അർത്ഥം പണം മാത്രമല്ല ത്യാഗപരമായിട്ട് കൊടുക്കുക. നമ്മുടെ സമയം അല്ലേ, എനിക്ക് ഉറങ്ങാൻ കിട്ടുന്ന സമയം, ആ ഉറക്കം വേണ്ടാന്ന് വെച്ചിട്ട് ഒരാൾക്ക് പോയി കൂട്ടിരുന്നാൽ അത് ത്യാഗമാണ്. എത്ര പേർക്ക് മനസ്സിലായി? എനിക്ക് മാത്രമേ ഇനി കഴിക്കാൻ അല്പം ഭക്ഷണമേ ഉള്ളൂ, പക്ഷേ ആ ഭക്ഷണം എടുത്ത് ഞാൻ ഒരാൾക്ക് അങ്ങ് കൊടുത്തു, അതും ത്യാഗപരമാണ് അല്ലേ. കമ്പാഷനേറ്റ് കംഫർട്ടിങ്, കഴിഞ്ഞ ആഴ്ച നമ്മൾ കേട്ടൊരു പദമാണ് കമ്പാഷനേറ്റ് കംഫർട്ടിങ്. ഇന്ന് ഒത്തിരി പേര് ആശ്വസിപ്പിക്കാൻ വരും, പക്ഷേ അവരെപ്പറ്റി യോബ് പറഞ്ഞാണ് കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്. എന്താണ്? നിങ്ങളെല്ലാം വ്യസനിപ്പിക്കുന്ന ആശ്വാസവന്മാർ അല്ലേ. അങ്ങനെ വ്യസനിപ്പിക്കുന്ന ആശ്വാസവന്മാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ന് മാനസാന്തരപ്പെട്ടോണം. ദയവ് ചെയ്ത് ആരെയും വ്യസനിപ്പിക്കരുത്, പോയി അവരെ ആശ്വസിപ്പിക്കണം. പക്ഷേ കമ്പാഷനേറ്റായിട്ട് മനസ്സിലോടുകൂടി ആശ്വസിപ്പിക്കണം അതിൻ്റെ കൂടെ. അപ്പോൾ ഇതെല്ലാം അന്യോന്യം ചെയ്യണമെന്നാണ് വേദോസ്തം നമ്മളെ പഠിപ്പിക്കുന്നത് കാര്യം. അപ്പം ഇതിന് നമ്മൾ വേണ്ടുന്നൊരു കാര്യം, നമ്മൾ കഴിഞ്ഞ ആഴ്ച കണ്ട ഒറ്റ കാര്യം, ഇറ്റ് റിക്വയർസ് ട്രാൻസ്പെറൻസി. ഹൗ ഓപ്പൺ ആർ യു? ഹൗ ട്രാൻസ്പെറൻ്റ് ആർ യു? എത്രത്തോളം നമ്മൾ സുതാര്യമാണ് അന്യോന്യം അല്ലേ. ഈ ഹൃദയത്തിലുള്ളത് വേറൊരാൾക്ക് വായിച്ചെടുക്കാൻ കഴിയണം, കാരണം ഈ ഹൃദയത്തിലുള്ളതായിരിക്കും പുറത്ത് വരുന്നത് അല്ലേ. ഒന്ന് ഹൃദയത്തിൽ വെച്ചിട്ട് വേറൊന്നായിരിക്കത്തില്ല പുറത്ത് പറയുകയും അഭിനയിക്കുകയും ചെയ്യുന്നത്. അവിടെ അഭിനയങ്ങളൊക്കെ വിട്ട് ലെറ്റ്സ് ബിക്കം ട്രാൻസ്പെറൻറ്റ്. ആ ട്രാൻസ്പെറൻസി എന്നുള്ളതാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ച നമ്മൾ കണ്ടത്. എന്നിട്ട് കൂടെ ഒരു വാക്കും കൂടെ പറഞ്ഞേക്കാം. ആ കൂട്ടായ്മയ്ക്ക് വേണ്ടുന്ന ഒരു കാര്യം, ഇറ്റ് റിക്വയർസ് ഹ്യൂമിലിറ്റി. എന്താണ് വേണ്ടിയത്? താഴ്മ വേണം, ഹ്യൂമിലിറ്റി. എത്രത്തോളം നമുക്ക് താഴ്മയുണ്ട് പ്രിയപ്പെട്ടവരെ. ഞാൻ എപ്പോഴും പറയാറുണ്ട്, പ്രൈഡ് ഓൾവേസ് ബിൽഡ്സ് വാൾസ് ബിറ്റ്വീൻ പീപ്പിൾ. എനിക്കൊരു അഹങ്കാരവും നിഗളം ഒക്കെ ഉണ്ടെങ്കിൽ ഞാനും ഒരാളുടെ അടുത്ത് വരുമ്പോഴും ഞാനും അയാളും തമ്മിൽ ഒരു മതിലിടയ്ക്കങ്ങ് പണിയും. കാര്യം എന്താ? ഞാൻ അഹങ്കാരി, എൻ്റെ ഉള്ളിൽ ഒത്തിരി നിഗളമുണ്ട്. അപ്പോൾ എനിക്കൊരിക്കലും ഒരാളായിട്ട് കണക്ട് ചെയ്യാൻ പറ്റത്തില്ല. അതിൻ്റെ ഇടയ്ക്ക് ഒരു മതിൽ ഞാൻ പണിയും. പക്ഷേ ഹ്യൂമിലിറ്റി, എനിക്ക് താഴ്മയുണ്ടെങ്കിൽ ഇറ്റ് ഓൾവേസ് ബിൽഡ് ബ്രിഡ്ജസ്, പാലം. ഞാനൊരു പാലം പണിയും. അതായത് അങ്ങോട്ടും വരാം ഇങ്ങോട്ടും വരാം. ഇവിടെയാണ് ഏറ്റവും 1 പത്രോസ് 5-ാം അധ്യായം 5-ാം വാക്യം, 1 Peter 5:5. ശ്രദ്ധിക്കണേ, ഞാൻ ഈ ദിവസങ്ങളിൽ നമ്മൾ ഈ വചനത്തിൽ നമ്മൾ സഭയായി പഠിക്കുന്ന ഓരോ വിഷയങ്ങളും ഇതൊരു ഇൻഫർമേഷന് വേണ്ടി, നിങ്ങളുടെ കുറച്ച് നോളജിന് വേണ്ടി അല്ല ഇതൊന്നും പഠിപ്പിക്കുന്നത്. ഇത് പാലിക്കാനാണ്. ദിസ് ഈസ് സപ്പോസ് ടു ബി ഡൺ. ഇത് ചെയ്യേണ്ട കാര്യങ്ങളാണ് അല്ലേ. 1 പത്രോസ് 5:5 വായിച്ചേ. ഇളയവരെ എത്ര പേരുണ്ട് ഇവിടെ? ഇളയവരെന്ത് ചെയ്യണം? മൂപ്പന്മാർക്ക് കീഴടങ്ങുവിൻ. എല്ലാവരും തമ്മിൽ കീഴടങ്ങി താഴ്മ ധരിച്ചുകൊള്ളും. കണ്ടോ, എല്ലാവരും ഞാൻ നേരത്തെ പറഞ്ഞു, ഇതെല്ലാം വൺ അനദറിങ് കമാൻഡ്സ് ആണ്. ലവ് വൺ അനദർ, ഫൊർഗീവ് വൺ അനദർ, എസ്റ്റീം വൺ അനദർ, എല്ലാം വൺ അനദറിങ്ങാണ്. അപ്പോൾ ഇവിടുത്തെ വൺ അനദറിങ് എന്താണ്? തമ്മിൽ കീഴടങ്ങി. ഒന്ന് ഇടത്തോട്ടും വലത്തോട്ടും അന്വേഷണം നോക്കിയിട്ട് ഒന്ന് ഭർത്താവാണ് ഇരിക്കുന്നതെങ്കിൽ ഒന്ന് ഇത് കല്യാണത്തിന് മാത്രം പ്രസംഗിക്കേണ്ട പ്രസംഗമല്ല, ഇത് ബൈബിളിൽ എന്നും ചെയ്യേണ്ടതാണ്. ഇനി വേറൊരു പ്രശ്നം, ഈ ഭർത്താവിന് മാത്രം ഭാര്യ കീഴടങ്ങിയാൽ പോരാ, തമ്മിലാകുമ്പോഴാണ് ഭർത്താവും അങ്ങോട്ട് നമ്മൾ ദൈവമക്കളാണെങ്കിൽ തമ്മിൽ വലിപ്പച്ചെറുപ്പമില്ലാതെ നമ്മൾ എന്ത് ചെയ്യും? കീഴടം. ഒരു കൊച്ചു കുട്ടി വന്ന് നമ്മളെ തിരുത്തിയാൽ ആ തിരുത്തലെടുക്കാൻ നമ്മൾ തയ്യാറാണോ? അങ്ങനെയാണെങ്കിൽ ആ കൊച്ചു കുട്ടിയുടെ മുമ്പിൽ നമ്മൾ കീഴടങ്ങുക അല്ലേ. അത് ഈ ദിവസങ്ങളിൽ ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ നമ്മൾ ആയിത്തീരണമെങ്കിൽ ചിലപ്പോൾ നമ്മളെ കറക്റ്റ് ചെയ്യുന്ന നമ്മുടെ ജൂനിയർ ആയിരിക്കാം, പക്ഷേ നമ്മളത് എടുക്കുമോ? നമ്മുടെ പ്രൈഡ്, നമ്മുടെ അറഗൻസ് പലപ്പോഴും യു ടു ടെൽ മീ, എനിക്കറിയാം, നീ പറയേണ്ട ആവശ്യമില്ല. നമ്മൾ എത്ര വട്ടം ജീവിതത്തിൽ അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കറിയാം, പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. എന്താ കാണിച്ചത്? നമ്മുടെ അഹങ്കാരമാണ് കാണിച്ചത്. തമ്മിൽ കീഴടങ്ങി. അടുത്തത് എന്ത് ചെയ്യണം? താഴ്മ ധരിച്ചു. അടുത്തത് എന്ത് ധരിക്കണം? നിങ്ങളൊക്കെ എന്ത് നന്നായിട്ടാണ് വസ്ത്രം ധരിച്ചു വന്നിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഇതിൻ്റെ കൂടെ ധരിക്കേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നു. എന്താണ്? താഴ്മ.
ആരെങ്കിലും ഒന്ന് താഴ്മ ധരിച്ചൊന്ന് കാണിച്ചു തരാമോ? ഇല്ല, ഇത് വൺ അനദറിങ് കമാൻഡ്സ് ആണ് പ്രിയപ്പെട്ടവരെ. താഴ്മ ധരിച്ച് എന്ത് ചെയ്യണം? തമ്മിൽ തമ്മിൽ കീഴടങ്ങണം. കാര്യം ദൈവം നിഗളികളോട് എതിർത്തു നിൽക്കുന്നു. നിഗളികൾ, ഗോഡ് ഒപ്പോസസ് ദ പ്രൗഡ്. നമുക്ക് എവിടെയെങ്കിലും നിഗളം നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ ഉറപ്പിച്ചോ, ദൈവം നമുക്കെതിരാ. എന്തിനാ വെറുതെ ദൈവത്തെ പിണക്കുന്നത്? അല്ലേ? ദൈവത്തെ പിണക്കിയത് ഞാൻ വേറൊന്നും ചെയ്തുകൊണ്ടല്ല. എനിക്കൊരു അഹങ്കാരം, എവിടെയെങ്കിലും എനിക്ക് താഴാൻ കഴിയാത്ത ഒരവസ്ഥ എൻ്റെ ജീവിതത്തിലുണ്ടെങ്കിൽ ദൈവം എനിക്ക് പിന്നെ അനുകൂലമല്ല. ദൈവം എന്നോട് എതിർത്ത് നിൽക്കുക. താഴ്മയുള്ളവർക്കോ കൃപ നൽകുന്നു. താഴ്മ. അപ്പം എത്രയും നമുക്ക് താഴ്മയുണ്ടോ അത്രത്തോളം ദൈവം നമുക്ക് കൃപ തരും എന്നുള്ള കാര്യം മറക്കരുത്. ഹ്യൂമിലിറ്റിയെ പറ്റി ഒരു സ്റ്റേറ്റ്മെൻറ്റ് കൂടെ ഞാൻ പറഞ്ഞേക്കാം. ഹ്യൂമിലിറ്റി ഈസ് നോട്ട് തിങ്കിങ് ലെസ് ഓഫ് യുവർ സെൽഫ്. നിങ്ങളെ താഴ്ത്തി കാണുന്നതല്ല. ഇറ്റ്സ് തിങ്കിങ് ഓഫ് യുവർ സെൽഫ് ലെസ്. നിങ്ങളെക്കുറിച്ച് ഒരുപാട് ഈ പറഞ്ഞ പോലെ ഞാൻ ഓർത്തുകൊണ്ടിരിക്കുന്നില്ല. ഐ ഓൺലി തിങ്ക് ഓഫ് മീ ലെസ്. അതിൻ്റെ അർത്ഥം ഐ തിങ്ക് ഓഫ് യു മോർ. ഞാൻ എന്നെക്കുറിച്ച് കുറച്ചാണ് ചിന്തിക്കുന്നതെങ്കിൽ ഞാൻ നിങ്ങളെക്കുറിച്ചാണ് എപ്പോഴും ചിന്തിക്കുന്നത് എന്ന പോലെ ആയിരിക്കണം. പക്ഷേ നമ്മുടെ ഒരു സെൽഫ് സെൻറ്റേർഡ് സൊസൈറ്റിയിൽ നമ്മളൊരു സെൽഫിഷ് എന്ന് പറയുമ്പോൾ അറിയാമല്ലോ, സ്വാർത്ഥരായ സ്വയകേന്ദ്രീകൃത ഒരു സൊസൈറ്റിയിൽ നമ്മൾ ജീവിക്കുന്നത്. അവിടെ നമ്മുടെ കാര്യം കഴിഞ്ഞിട്ടേ ഇപ്പം നിങ്ങൾ എത്ര സ്വാർത്ഥരാണെന്നുള്ളൊരു ഉദാഹരണം പറയാം. നിങ്ങളൊരു ഗ്രൂപ്പ് ഫോട്ടോ സെൽഫി എടുത്തു, നിങ്ങൾക്ക് അയച്ചു തന്നു. നിങ്ങൾ ആ ഫോട്ടോ കാണുമ്പോൾ ആദ്യം നോക്കുന്ന ആരുടെ മുഖമാണ്? ഇന്ന് വരെ ഒരു ഗ്രൂപ്പ് ഫോട്ടോ കണ്ടിട്ട് ബാക്കിയുള്ളവരൊക്കെ എങ്ങനെയുണ്ട്, ഞാനും ഉണ്ടല്ലേ, ചുമ്മാ അല്ലേ, നമ്മൾ നോക്കിയത് നമ്മളെ തന്നെയാണ് അല്ലേ? അപ്പം നമുക്കെപ്പോഴും നമ്മുടെ മുഖം എങ്ങനെ വന്നെന്നാണ് കാണേണ്ടത് അല്ലേ? ഈ ഉണ്ടായപ്പോൾ തൊട്ട് നമ്മുടെ മുഖം കണ്ട് ഈ പരുവായി. ഇനിയെങ്കിലും അടുത്തിരിക്കുന്നവരെയൊക്കെ ഒന്ന് നോക്ക്, വീട്ടിൽ ഇരിക്കുന്ന ഭർത്താവിനെയും ഭാര്യയൊക്കെ ഒന്ന് നോക്കി, ഇങ്ങനെ ഒരാളോട് ഉണ്ടല്ലേ, ഓക്കെ, ഐ നീഡ് ടു ടേക്ക് കെയർ എന്ന് പറഞ്ഞ് നമുക്കൊരു ഒരു ഒരു മാറ്റം നമ്മുടെ ജീവിതത്തിൽ വരട്ടെ പ്രിയപ്പെട്ടവരെ, അല്ലേ? നമ്മളാരും ഇൻഡിപെൻഡൻ്റായിട്ട് ജീവിക്കണമെന്ന് ബൈബിൾ ആഗ്രഹിക്കുന്നില്ല. നമ്മളെന്നും ഡിപ്പെൻഡൻ്റ് ആയിരിക്കണമെന്നും ദൈവം ആഗ്രഹിക്കുന്നില്ല. പകരം വി ആർ സപ്പോസ് ടു ബി ഇൻ്റർഡിപ്പെൻഡൻറ്റ്. അതിനാണ് ദൈവം നമ്മളെ ആഗ്രഹിച്ചിരിക്കുന്നത്. അപ്പം ഇവിടെ ഓർക്കണം, ഹ്യൂമിലിറ്റി എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് അക്നോളജിങ് ദാറ്റ് വി നീഡ് ഈച്ച് അതർ. നമ്മൾ തമ്മിൽ നമുക്ക് ആവശ്യമാണ്. എനിക്ക് നിന്നെ ആവശ്യമുണ്ട് അല്ലേ? ഐ നീഡ് യു ആൻഡ് ഡെഫിനറ്റ്ലി യു വിൽ നീഡ് മീ ഓൾസോ അല്ലേ? നമ്മൾ അന്യോന്യം നമുക്ക് ആവശ്യമുണ്ട്. അപ്പം പ്രത്യേകിച്ച് നമ്മൾ വിശ്വാസത്തിൽ വളർന്നു വരുമ്പോൾ എൻ്റെ സഹോദരങ്ങൾ, ക്രിസ്തുവിൽ എനിക്കുള്ള സഹോദരങ്ങൾ എത്രമാത്രം എൻ്റെ ആത്മീയ വളർച്ചയ്ക്ക് അവരെ ദൈവം വെച്ചിരിക്കുന്നു എന്നുള്ള കാര്യം നമ്മൾ മറക്കരുത് പ്രിയപ്പെട്ടവരെ. അതുകൊണ്ടാണ് ഈ ബി അവൈലബിൾ ടു സെർവ് അതേഴ്സ് എന്നുള്ളത് പുതിയ നിയമത്തിൽ ഏകദേശം 50 പ്രാവശ്യത്തിലധികം എഴുതിയിട്ടുണ്ട്. ഈ വൺ അനദർ അല്ലെങ്കിൽ ഈച്ച് അതർ എന്നുള്ളത് 50-ലധികം പ്രാവശ്യം പുതിയ നിയമത്തിലുണ്ട്. അതിൻ്റെ അർത്ഥം അത് വളരെ പ്രധാനപ്പെട്ടൊരു കൽപ്പനയാണ് പ്രിയപ്പെട്ടവരെ. അപ്പം ഈ കാര്യം നമ്മൾ മറക്കരുത്. എൻ്റെ വാക്ക് ഞാൻ ഇവിടെ നിർത്തുകയാണ്. നമ്മൾ ഈ ദിവസങ്ങളിൽ സഭയൊരു കുടുംബമാണെങ്കിൽ ഏറ്റവും താഴ്മയോടെ നമ്മൾ എന്ത് ധരിക്കണം? താഴ്മ ധരിച്ച് അന്യോന്യം കീഴടങ്ങണം. നമുക്ക് ആ കൂടി ഞങ്ങൾ ഈ പാസ്റ്റർമാർ പ്രസംഗിക്കുന്ന ഒറ്റ പ്രസംഗമേ ഉള്ളൂ. അത് കല്യാണത്തിന് എന്താണ്? ഭാര്യമാരെ നിങ്ങളുടെ ഭർത്താക്കന്മാർക്ക്. പക്ഷെ ഇന്ന് ഈ വാക്യപ്രകാരം ആർക്ക് കീഴടങ്ങണം? എല്ലാവരും അന്യോന്യം തമ്മിൽ താഴ്മ ധരിച്ച് കീഴ്പ്പെടണം. ഇന്നലെ ഞാനൊരു അടക്കത്തിനൊരു കത്തോലിക്ക പള്ളിയിൽ പോയി. അവിടെ ചെന്നപ്പോൾ അച്ഛൻ കുർബാന കൊടുത്ത് എല്ലാവരും മുന്നിൽ പോയി എടുത്തു. അവസാനം അവരെനിക്ക് ഇഷ്ടപ്പെട്ടു. ഞാൻ മുമ്പ് കണ്ടിട്ടുണ്ട്. ഇവിടെയൊക്കെ അത് ഉണ്ടായിരുന്നെങ്കിൽ എന്ത് നല്ലതായിരുന്നു. അന്യോന്യം എന്ത് കൊടുക്കാം? സത്യം പറഞ്ഞാൽ എന്ത് നല്ലൊരു കാര്യമാണ് അല്ലേ? നിങ്ങൾ ഇന്ന് വരെ ആരുടെയും മുമ്പ് ഇങ്ങനൊന്ന് തലകുനിച്ചൊന്ന് കൈ കൊടുത്തിട്ടുണ്ടോ? ഇന്ന് ഇത് കഴിയുമ്പോൾ നമുക്ക് എഴുന്നേറ്റ് നിന്ന് തലകുനിച്ച് ഒന്ന് കൈ കൊടുത്തിട്ട് പോകണം അല്ലേ? അതെങ്കിലും ഒന്ന് തുടക്കമാവട്ടെ അല്ലേ? ശരിക്കും പറഞ്ഞാൽ അപ്പോസ്തലൻ പറയുന്നത് ഗ്രീറ്റ് വൺ അനദർ വിത്ത് എ ഹോളി കിസ്. വിശുദ്ധ ചുംബനത്താൽ അന്യോന്യം ചുംബനം വരട്ടെ. ആദ്യം ഒന്ന് ഇവിടെ ഒന്ന് കുനിയട്ടെ അല്ലേ? ഒരു താഴ്മയൊന്ന് നമുക്ക് ഇന്നൊന്ന് നിങ്ങളുടെ ഈ നടുവേദനയും ഒക്കെ സത്യം പറഞ്ഞാൽ ഒന്ന് പോയനെ. നിങ്ങളൊന്ന് താണൊന്ന് കുനിഞ്ഞ് അന്യോന്യം ഒന്ന് കീഴടങ്ങി ഒന്ന് താഴ്മ ധരിച്ചിരുന്നെങ്കിൽ ഒരുപാട് അസുഖം മാറിപ്പോയനെ അല്ലേ? നല്ല ഫിസിയോതെറപ്പിയാണ് ഒന്ന് താഴുന്നത്. അവിടെ നിന്ന് വീട്ടിൽ പോയാലും ഒന്ന് അന്യോന്യം ഒന്ന് താഴുക. നമ്മുടെ നടുവേദന പിന്നെ എവിടെ പോയെന്ന് ചോദിച്ചാൽ മതി. ഓക്കെ, ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ.
ഇന്നത്തെ ഈ സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമായി തീർന്നു എന്ന് ഞങ്ങൾ ആത്മാർത്ഥമായി വിശ്വസിക്കുന്നു. ഇതുപോലെയുള്ള അനുഗ്രഹിക്കപ്പെട്ട സന്ദേശങ്ങൾ തുടർന്നും കേൾക്കുവാൻ ദയവായി ഞങ്ങളുടെ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. അതിലൂടെ നമ്മുടെ രക്ഷിതാവും കർത്താവും വീണ്ടെടുപ്പുകാരനുമായ യേശു കർത്താവുമായിട്ടുള്ള ദൃഢമായ ബന്ധത്തിൽ വളരുവാൻ അത് കാരണമായി തീരട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മറക്കാതെ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ.